ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ, അതായത് ഫൈൻ സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. പാർട്ട് 2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കേസ് 2. കേസ് 2 എന്ന് പറയുന്നത് വിത്ത് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ്. സ്പിൻ ഓർബിറ്റ് കപ്ലിങ്ങിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു നോർമൽ ആയിട്ടുള്ളൊരു കേസാണ് നമ്മൾ നോക്കുന്നത്. അതായത് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻസ് ഒന്നും എടുക്കുന്നില്ല, പകരം നോർമലായിട്ട് ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രോമീറ്ററും കൊണ്ട് ക്ലോസ് ആയിട്ട് നോക്കുന്നതിന് മുമ്പുള്ള കേസായിരുന്നു പറഞ്ഞത്. ഇനി നമ്മൾക്കിവിടെ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് എന്ന് പറയുന്ന, അതായത് ഇലക്ട്രോണിൻ്റെ സ്പിന്നും ഓർബിറ്റും കൂടെ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഇൻട്രാക്ഷനെയും കൂടെ ബേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്പെക്ട്രത്തിന് ചേഞ്ച് വരുന്നത്, അപ്പോഴാണ് ആക്ച്വലി ഫൈൻ സ്ട്രക്ചേഴ്സ് വരുന്നതെന്നറിയാം. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇന്നലെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ആദ്യം ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുക്കണം, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എടുക്കണം, സെക്കൻഡ് എടുക്കണം, അങ്ങനെ പോവാണ്. അപ്പോൾ അത് ആ രണ്ട് കേസുകളും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തെടുക്കാം? ഫസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലേ? ഫസ്റ്റ് അല്ല, ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുക്കാം. ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ എല്ലാ വാല്യൂസും നമ്മൾ എഴുതണം. ദാറ്റ് ഇസ് n എന്താണ്? ഒന്നാമത്തത് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ. സോ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമുക്കറിയാം എന്തൊക്കെ വേണം. n, l, s, j ഇതുണ്ടെങ്കിൽ മാത്രമേ, ഇത്രയും ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇത്രയും ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, നമ്മുടെ സ്പെക്ട്രം അല്ലെങ്കിൽ നമ്മുടെ ഫൈൻ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആകുമ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ. അപ്പം l എന്ന് പറയുന്നത് 0 തൊട്ട് n-1 ആണ്. അപ്പം 0, n എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, 1 - 1 0 തന്നെ. അപ്പം ജസ്റ്റ് 0 എന്ന് എടുത്താൽ മതിയാകും. ദെൻ s എന്ന് പറയുന്നത് ഒരു 1 ഇലക്ട്രോൺ സിസ്റ്റത്തിൻ്റെ സ്പിൻ എപ്പോഴും ഹാഫ് ആയിരിക്കും. ഇനിയും j എന്ന് പറയുന്നത് j = മോഡുലസ് ഓഫ് l + s തൊട്ട് മോഡുലസ് ഓഫ് l - s വരെ ആയിരിക്കും. അതായത് മോഡുലസ് ഓഫ് 0 + ഹാഫ് തൊട്ട് മോഡുലസ് 0 - ഹാഫ് വരെ ആയിരിക്കും എടുക്കുന്നത്. ഇവിടെ ഉത്തരം കിട്ടുന്നത് -½ ആണെങ്കിലും മോഡുലസ് ഉള്ളത് കൊണ്ട് അത് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ രണ്ടിൻ്റെയും ആൻസർ ഹാഫ് ആയതുകൊണ്ട് കോമൺ ആയിട്ട് ഒരു ഹാഫ് എടുത്താൽ മതിയാകും. അപ്പോൾ എല്ലാം കിട്ടിയല്ലോ. n എന്ന് പറയുന്നത് 1 ആണ്, s എന്ന് പറയുന്നത് ഹാഫ് ആണ്, j എന്ന് പറയുന്നതും ഹാഫ് ആണ്. ഓക്കെ. അപ്പം ഗ്രൗണ്ട് സ്റ്റേറ്റ് നമുക്ക് കിട്ടി. അപ്പം അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അറ്റോമിക് റെപ്രസെൻറ്റേഷൻസ് കൊടുക്കാനായിട്ട് പറ്റും. റെപ്രസെൻറ്റേഷൻ ഇന്നലെ നമ്മൾ പറഞ്ഞു n, അതായത് n എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ലെഫ്റ്റ് സൈഡിൽ വരും. പിന്നെ 2j+1, അതായത് മൾട്ടിപ്ലിസിറ്റി മുകളിൽ വരും. ഇവിടെ l വരും, ഇതിന് താഴെ j. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ n എന്ന് പറയുന്നത് എത്രയായിരുന്നു? 1 ആയിരുന്നു. l എന്ന് പറയുന്നത് 0 ആണ്. l 0. അപ്പം l = 0 എന്ന് പറയുന്നത് അത് s സ്റ്റേറ്റിലാണ്. l = 1 എന്ന് പറയുന്നത് p ആണ്. l = 2 എന്ന് പറയുന്നത് ഡിയും l = 3 എന്ന് പറയുന്നത് f ആണ് അല്ലേ? അപ്പം ഇവിടെ നമുക്ക് l എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് s ആണ്, s സ്റ്റേറ്റ് ആണ്. 2j+1. അപ്പം മൾട്ടിപ്ലിസിറ്റി എഴുതാൻ 2 × j നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? ഹാഫ് ആയിരുന്നു. ഹാഫ് +1, ഇതും പോയി കഴിയുമ്പോൾ 1 + 1 2. അപ്പോൾ മുകളിൽ 2 എഴുതി. പിന്നെ j എന്ന് പറയുന്നത് ഹാഫ് ആണല്ലേ? അപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണ്? കിട്ടിയേക്കുന്നത് ഇതാണ്, ദാറ്റ് ഈസ് 1s2 ഹാഫ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത നമുക്ക് നേരത്തെ പോലെ തന്നെയാണ് കിട്ടിയേക്കുന്നത്. 1s2 ഹാഫ് എന്ന് പറയുന്നത്, അതായത് സ്പിൻ ഓർബിറ്റ് കൺസിഡറേഷൻ ഇല്ലാത്ത സമയത്ത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമുക്ക് കിട്ടിയത് ഇത് തന്നെയാണ്.
അപ്പോൾ നമുക്കിതിൻ്റെ എനർജി, ഇൻട്രാക്ഷൻ എനർജി എന്ന് പറയുന്ന ഒരു പുതിയ ടേം നമ്മൾ ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ സ്പിൻ ഓർബിറ്റിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ ഇൻട്രാക്ഷൻ എനർജീനെ കുറിച്ച് പഠിക്കണം. ഇപ്പോൾ തൽക്കാലം ഇൻട്രാക്ഷൻ എനർജിയുടെ ഇക്വേഷൻ എഴുതുക. ഇൻട്രാക്ഷൻ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് E = നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഇൻട്രാക്ഷൻ എനർജിയുടെ ഇക്വേഷൻസ് ഒക്കെ. അപ്പം അറിയാമെങ്കിൽ വേഗം എഴുതിക്കോ. ഇൻട്രാക്ഷൻ എനർജി E = A/2 × J × J + 1 മൈനസ് L × L + 1 മൈനസ് S × S + 1 h². അതെങ്ങനെ എഴുതാം? A/2 h² പിന്നെ J × J + 1 മൈനസ് L × L + 1 മൈനസ് S × S + 1. അപ്പം ഇവിടെ നോക്കേണ്ടത് നടുക്കെല്ലാം നെഗറ്റീവാണ് കേട്ടോ. ലാൻഡേജി ഫാക്ടർ പഠിക്കുമ്പോൾ നമ്മൾ ഒരു ടേമിന് മാത്രമേ നടുക്ക് മൈനസ് വരുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ കൺഫ്യൂഷൻ ആവരുത്. എല്ലാത്തിൻ്റെ അകത്ത് ഏതായാലും പ്ലസ് ആണ്. ഇതൊക്കെയാണ് എക്സാമിന് നമുക്ക് ഡൗട്ട് ആവുന്നത്. അകത്തെല്ലാം പ്ലസ്സും എനർജിയുടെ മിഡിൽ ടേംസ് എല്ലാം മൈനസും ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻട്രാക്ഷൻ എനർജി. ഇൻട്രാക്ഷൻ എനർജി എന്നാണ് ഇതിനെ പറയുക. അപ്പം ഇതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ആകെ സ്പിൻ ഓർബിറ്റ് കൺസിഡറേഷൻ ഉള്ള കേസിൽ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പം നമുക്കത് ഓർത്ത് വെക്കാനായിട്ട് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടി ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കിട്ടിയത് എന്താണ്? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എന്താണ് കിട്ടിയത്? വിത്ത് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ വിത്ത് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ചെയ്ത സമയത്ത് എന്താണ് കിട്ടിയത് നമുക്ക്? 1s മുകളിൽ 2 അല്ലായിരുന്നോ? 2½ എന്ന് നമുക്ക് കിട്ടി. 1s 2½ ഓക്കെ. ഇനി നമ്മൾ ഇതിൻ്റെ ഇൻട്രാക്ഷൻ എനർജി കണ്ടുപിടിക്കാൻ E = AH²/2. ആദ്യം തന്നെ J × J + 1 ആണ്. J എന്ന് പറയുന്നത് ഹാഫാണ്. 1/2 + 1 എന്ന് പറയുന്നത് 3/2 ആണ്. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇതിങ്ങനെ കാണാതല്ല മനസ്സിലാക്കി പഠിക്കണം. അത് 1/2 + 1 3/2 എന്ന് ഡയറക്റ്റ് എഴുതുമ്പോൾ നമുക്ക് അത്രയും സമയം ലാഭിക്കാം. അടുത്തത് L × L + 1. L എന്ന് പറയുന്നത് ഇവിടെ S സ്റ്റേറ്റ് ആണല്ലോ. അപ്പോൾ L 0 ആണല്ലോ. 0 പിന്നെന്താ 0 പിന്നെന്താ L + 1. ദാറ്റ് ഈസ് 0 + 1 എന്ന് പറയുന്നത് എന്താണെങ്കിലും 1. മൊത്തത്തിൽ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയി പോകും. അടുത്ത S എന്ന് പറയുന്നത് ഹാഫാണ്. തണ്ടേ ഹാഫാണ്. 1/2 + 1 എന്ന് പറയുന്നത് 3/2 തന്നെ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? AH²/2 ഇത് അകത്തോട്ടല്ലേ. 3/4 ഇത് 3 ആണ്. 3/4 ഇത് 0 ആയിപ്പോയി. മൈനസ് ഇതും 3/4. അപ്പം 3/4 മൈനസ് 3/4 എന്ന് വെച്ചാൽ പോയില്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പം എനർജി എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടി? 0 എന്ന് കിട്ടി. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ എനർജി എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയത്? 0 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇൻട്രാക്ഷൻ എനർജി 0 ആണ്. അതിൻ്റെ അർത്ഥം അവിടെ സ്പ്ലിറ്റിംഗ് ഇല്ല, അല്ലെങ്കിൽ അവിടെ ഫൈൻ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റത്തില്ല. ദർ ഈസ് നോ എഫക്റ്റ്, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ദർ ഈസ് നോ എഫക്റ്റ് ഓഫ് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഇൻ എസ് സ്റ്റേറ്റ്. വേറെ രീതിയിൽ പറഞ്ഞാൽ ദർ ഈസ് നോ എഫക്റ്റ് ഇല്ല. ദർ ഈസ് നോ എഫക്റ്റ് ഓഫ് ആരുടെ? എന്തിൻ്റെ എഫക്റ്റ്? ഓഫ് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഇൻ എസ് സ്റ്റേറ്റ്. അതായത് എസ് സ്റ്റേറ്റ് വരുന്ന സമയത്ത് ആദ്യത്തെ എസ് സ്റ്റേറ്റ് വരുന്ന സമയത്ത് നമുക്കറിയാം എസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പം ഇലക്ട്രോൺ എന്താണെങ്കിലും ഒരു സർക്കുലറായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തില്ലെന്നാണ് പറഞ്ഞത്? അതെ, എഫക്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഹിയർ നോ ഡബ്ലറ്റ്സ്.
ദാറ്റ് ഇസ് അതിൻ്റെ അർത്ഥം നോ ഡബ്ലറ്റ്സ് ഓർ നോ ഫൈൻ സ്ട്രക്ചേഴ്സ് ഫോർ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓർ ഫോർ ദ എസ് സ്റ്റേറ്റ്. അപ്പോൾ എസ് സ്റ്റേറ്റിന് എന്താണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിനേക്കാളും ഉപരി എസ് സ്റ്റേറ്റ് ആണ് ഒരു എസ് സ്റ്റേറ്റ് ആണുള്ളതെങ്കിൽ, എസിൻ്റെ ആണുള്ളതെങ്കിൽ അവിടെ എന്താണെങ്കിലും ഫൈൻ സ്ട്രക്ചേഴ്സ് ഇല്ല. കാരണം ഇൻട്രാക്ഷൻ എനർജി ചെയ്ത് നോക്കുമ്പോൾ 0 ആണ് കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം 0 എന്ന് വെച്ചാൽ അവിടെ സ്പിൻ ഓർബിറ്റ് കപ്ലിങ്ങിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി സോഡിയത്തിൻ്റെ നമ്മൾ പഠിക്കും. സോഡിയം ഡി ലൈൻസിനെ കുറിച്ചൊക്കെ നമ്മളിനി പറഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കണേ നമ്മൾ ആദ്യം എപ്പോഴും. അപ്പോൾ എല്ലാ കേസിലും നിങ്ങൾ നോക്കിയാൽ അറിയാം, എന്തൊരു എക്സ്പെരിമെൻ്റ് ആണെങ്കിലും നമ്മൾ ആദ്യം ഹൈഡ്രജനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് ആദ്യം. കാരണം ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ സിസ്റ്റം ആയതുകൊണ്ട് അത് പറയാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. അപ്പോൾ അതിനെ നമുക്ക് റെഫറൻസ് ആക്കി വെച്ചതുകൊണ്ട് ബാക്കി നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. നമ്മളിങ്ങനെ കെമിസ്ട്രിയിലാണെങ്കിലും ഇങ്ങനെ ചില പൊട്ടൻഷ്യൽസിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ബാക്ടറിയെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഒരു സംഭവത്തിനെ നമ്മൾ എപ്പോഴും റെഫറൻസ് ആക്കി വെച്ചിട്ടാണല്ലോ ബാക്കി കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ കൂടുതലും ഈ അറ്റോമിക്കിൻ്റെ ഒക്കെ കേസിൽ ഹൈഡ്രജനെ ആദ്യം മനസ്സിലാക്കിയിട്ട് പിന്നെ പതിയെ പതിയെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യണം, അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബി. ഓക്കെ, അടുത്തത് ബി എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എങ്ങനെ മാറും, എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പം ഞാൻ ഇനി എടുത്തെഴുതണ്ടല്ലോ. അതായത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് പാർട്ട് എ വീഡിയോയിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു, രണ്ട് സ്റ്റേറ്റ്സ് വരുന്നുണ്ട്. അതായത് അതായത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ പി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മതിയാവും. സോറി, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇപ്പോൾ എസ് സ്റ്റേറ്റ് അല്ലേ പറഞ്ഞത്, എസ് സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് പി സ്റ്റേറ്റിനെ കുറിച്ച് പറയാം. അപ്പോൾ പി സ്റ്റേറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. പി സ്റ്റേറ്റ് എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്നത് 1 ആണ്, എസ് എന്ന് പറയുന്നത് ഹാഫ് ആണ്. എസ് ഹാഫ് ആണ്. ജെ എന്ന് പറയുന്നത് 3/2ഉം 1/2 ആയിരിക്കും. എങ്ങനെയാണ് അത്, ജെ എന്ന് പറയുന്നത് എൽ പ്ലസ് ഓർ മൈനസ് എസ് അല്ലേ, അങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നമുക്കിവിടെ നോർമലായിട്ട് എനർജി കണ്ടുപിടിച്ചാൽ മതിയാകും. A/2 ടൈംസ് ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് 1. ജെ എന്ന് പറയുന്നത് 3/2 ആണ്. ജെ ഇൻറ്റു ജെ പ്ലസ് 1, 3/2 പ്ലസ് 1 എന്ന് പറയുന്നത് 5/2 അല്ലേ, 5/2 മൈനസ്. ഇനി നമുക്ക് എന്താ, എൽ ഇൻറ്റു എൽ പ്ലസ് 1. എൽ എന്ന് പറയുന്നത് 1 ആണ്, 1 + 1 എന്ന് പറയുന്നത് 2 ആണ്, മൈനസ് എസ് ഇൻറ്റു എസ് പ്ലസ് 1. എസ് എന്ന് പറയുന്നത് ഹാഫ് ആണ്, എസ് പ്ലസ് 1, ഹാഫ് പ്ലസ് 1 എന്ന് പറയുന്നത് 3/2 ആണ്. 3/2, ഇവിടെ ഒരു എച്ച് കട്ട് സ്ക്വയർ ഉണ്ട്. ഇത് ചെയ്യുമ്പോൾ നോക്കിക്കേ, 3/2 ഇൻറ്റു 5/2, 3ഉം 5ഉം ചെയ്യുമ്പോൾ 15 അല്ലേ, 15 ഇവിടെ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 4, മൈനസ് 2 ഇത് അകത്തോട്ട് ചെയ്യുമ്പോൾ 3/4. അപ്പോൾ എങ്ങനെ വരും, ഇങ്ങനെ വരും. തുടയ്ക്കുവാണ്. ഇത് വന്നിട്ട് ഈ എനർജി ഈക്വൽ ടു AH കട്ട് സ്ക്വയർ ബൈ 2 15/4 അല്ലേ, മൈനസ് 2 മൈനസ് 3/4. ഓക്കെ, 15ൽ നിന്ന് 3 കുറച്ചാൽ 14, 13, 12. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ ചെയ്യുവാണെങ്കിൽ 12/4 എന്നാണ് കിട്ടുന്നത്. 12/4 നമുക്കറിയാം 3 ആണ് ഓൾറെഡി. അപ്പം ഞാൻ എന്ത് ചെയ്യുവാണ്, അതങ്ങ് എടുത്തെഴുതുവാണേ. AH കട്ട് സ്ക്വയർ ബൈ 2, ഈ 15/4ഉം 3/4 കൂടെ ചെയ്യുമ്പം 12/4 കിട്ടും. അതിൻ്റെ ഉത്തരം 3 ആണ്. 3 മൈനസ് ഇനി ബാലൻസ് ഒരു 2ഉം കൂടെ ഉണ്ട്. 3 - 2 എന്ന് വെച്ചാൽ 1 ആണ് അല്ലേ, 3 - 2 എന്ന് വെച്ചാൽ 1 ആണ്. 3 - 2 എന്ന് വെച്ചാൽ 1 ആണ്. അപ്പം നമുക്ക് ആൻസർ എന്ത് കിട്ടും, ആൻസർ എന്ന് പറയുന്നത് എന്ത് കിട്ടും, AH കട്ട് സ്ക്വയർ ബൈ 2. കാരണം ഇവിടെ 1 ആണല്ലോ, അതേ ഇൻറ്റു ഇതെന്ന് പറയുമ്പോൾ ഇത് തന്നെ. അപ്പോൾ AH കട്ട് സ്ക്വയർ ബൈ 2 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അത് കിട്ടി. അപ്പോൾ പി എന്ന് പറയുമ്പം പിയുടെ ഒരെണ്ണമാണ് നമുക്ക് കിട്ടിയത് അല്ലേ. അതായത് പി ഹാഫ് എന്താണ്, ജെ ഈക്വൽ ടു എന്താണ് 3/2 ആയ കേസാണ്. ഇനി ജെയ്ക്ക് വേറൊരു വാല്യൂം കൂടെ ഉണ്ടല്ലോ. ഇനിയും ജെ ഈക്വൽ ടു അതുപോലെ തന്നെ 1/2 ആകുമ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ അത് ഇതുപോലെ തന്നെ ചെയ്താൽ മതിയാകും. സെയിം നമുക്ക്
ചെയ്യണം. അപ്പോൾ സെയിം ഇത് തന്നെ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? എനർജി E ഈക്വൽ ടു AH²/2 ഹാഫ് ഇൻറ്റു ഹാഫ് പ്ലസ് 1 എന്ന് പറയുന്നത് 3/2 ആണ്, മൈനസ് L ഇൻറ്റു L+1. L എന്ന് പറയുന്നത് സെയിം നേരത്തെ പോലെ തന്നെ വരും അല്ലേ, 2 തന്നെ വരും, മൈനസ് J എന്ന് പറയുന്നത് എന്ത് വരും? J ആണ് വ്യത്യാസം. J ഇല്ല, ഇനി S ആണല്ലോ. S എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു 3/2, ഹാഫ് ഇൻറ്റു 3/2 എന്ന് വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ -AH²/2 ആയിരിക്കും. മൈനസ് ആയിരിക്കും. മൈനസ് വരാൻ ഇതും ഏതായാലും ക്യാൻസലായി പോവും. പിന്നെ എന്താ വരാനുള്ളത്? AH²/2 -2. അതായത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതെല്ലാം സെയിം തന്നെ, ഇതും സെയിം തന്നെ. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോവും. ബാക്കി എന്താ ഉള്ളതെന്ന് ഞാൻ എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അത് രണ്ടും ക്യാൻസലായിപ്പോയി. അപ്പോൾ അതായത് എന്തിൻ്റെയൊക്കെ ടേം, ജെയുടെ ടേമും എസിൻ്റെ ടേമും ഒരുപോലെയാണ്. അത് നമുക്ക് എഴുതുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതങ്ങ് ക്യാൻസലായിപ്പോയി. ബാക്കി കിടക്കുന്നത് അപ്പോൾ എന്തായിരുന്നു? ബാക്കി ഉണ്ടായിരുന്നത് -2 എന്നായിരുന്നു അല്ലേ. ഈ 2ഉം ഈ 2ഉം അങ്ങ് ക്യാൻസലായിപ്പോയി. പിന്നുള്ളത് മൈനസ് അല്ലേ, അപ്പം -AH² എന്ന് കിട്ടും. കിട്ടിയില്ലേ? അപ്പം നമ്മൾ എടുത്തൊന്ന് റെപ്രസെൻ്റ് ചെയ്ത് എടുത്തെഴുതുവാണെങ്കിൽ ഇപ്പം നോക്കിയത് എന്തിൻ്റെ കേസായിരുന്നു? ഓക്കെ, എടുത്തെഴുതുവാണെങ്കിൽ ഇപ്പം നോക്കിയത് പിയുടെ സ്റ്റേറ്റ് ആയിരുന്നു. പിയുടെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ J ഈക്വൽ ടു ഹാഫും വരും 3/2ഉം വരും. അപ്പം എനർജി ഓഫ് 2p സ്റ്റേറ്റ് 3/2 വരുന്ന സമയത്ത് 3/2 ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം വരുന്ന സമയത്ത് എനർജി AH²/2 ആണ്. ഇനിയും എനർജി ഓഫ് 2p സ്റ്റേറ്റ്, അതിന് ഹാഫ് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം വരുന്ന സമയത്ത് -AH² ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടും ഇങ്ങനെ. ഇത് ഇവിടെ സ്പ്ലിറ്റിംഗ് ഉണ്ട്, കാരണം എനർജി 0 ആയി പോയില്ല, പകരം എനർജിക്ക് ഒരു സ്പെസിഫിക് വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം ദർ ഈസ് എന്താണ്, സ്പ്ലിറ്റിംഗ് ഇവിടെ ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇനി ഒന്നുകൂടെ ഞാൻ വൃത്തിക്കൊന്നും കൂടെ എഴുതി കാണിക്കുവാണെങ്കിൽ പി സ്റ്റേറ്റ് ആണ്. എടുത്തൊന്നും കൂടെ എഴുതിക്കേ. അതായത് എടുത്തൊന്നും കൂടെ എഴുതിയാൽ E² P 3/2 എന്ന് പറയുന്നത് AH²/2ഉം E2P ഹാഫ് എന്ന് പറയുന്നത് -AH². അപ്പം നെഗറ്റീവ് വന്നുകൊണ്ട് ഏതായാലും ഈ ടേം എന്ന് പറയുന്നത് ഈ ടേമിനെക്കാട്ടിലും ചെറുതാണ് ഇത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? എനർജി ഓഫ് P3/2, അതായത് P ലെവൽ 3/2 ൻ്റെ എനർജി എന്ന് പറയുന്നത് 3/2 ടോട്ടൽ ആംഗുലർ മൊമെൻ്റ് ഉള്ള പി സ്റ്റേറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് P ഹാഫിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ ഇതിന് കൂടുതൽ എനർജിയും ഇതിന് കുറവ് എനർജിയും എന്നാണ് അർത്ഥം. അപ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ്, നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷൻ പറയുവാണെങ്കിൽ, അപ്പോൾ സ്പിൻ ഓർബിറ്റിൻ്റെ പ്രത്യേകത നമുക്ക് എന്ത് മനസ്സിലാക്കാം? സ്പിൻ ഓർബിറ്റിൽ അവിടെ ഡബ്ലറ്റ് അല്ലെങ്കിൽ അവിടെ സ്പ്ലിറ്റിങ് സംഭവിക്കുന്നുണ്ട്. പക്ഷേ എസ് സ്റ്റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ എനിക്ക് ഇൻട്രാക്ഷൻ എനർജി 0 കിട്ടി. അതുകൊണ്ട് നമുക്ക് പറയാം അവിടെ ഒരു ഫൈൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡബ്ലറ്റ് ഇല്ല. പക്ഷെ പി നമ്മൾ ചെയ്തപ്പോൾ ജെയ്ക്ക് 2 വാല്യൂ വെച്ചിട്ട് പീനെ കണ്ടുപിടിച്ചപ്പോൾ, പിയുടെ ഇൻട്രാക്ഷൻ എനർജി കണ്ടുപിടിച്ചപ്പോൾ 0 ആയി പോയില്ല, പകരം 2 വാല്യൂസ് വന്നു. അതിലൊരു സ്റ്റേറ്റിൻ്റെ വാല്യൂ മറ്റൊരു സ്റ്റേറ്റിൻ്റെ വാല്യൂവിനേക്കാളും കൂടുതലാണെന്നും മനസ്സിലായി. എന്താണെങ്കിലും അവിടെ ഫൈൻ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ എന്താണെങ്കിലും അവിടെ ഡബ്ലറ്റ്സിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത്, അപ്പോൾ നമുക്ക് കൺക്ലൂഷൻ പറയാൻ പറ്റുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് പി സ്റ്റേറ്റ് ഈസ് സ്പ്ലിറ്റഡ് ഇൻ ടു 2 സബ്സ്റ്റേറ്റ്സ് ഓഫ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് എനർജീസ്. അപ്പം അതാണ് നമുക്ക് അവിടെ അറിയേണ്ടത്. അതായത് ഇത് ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് നമുക്ക് എക്സാമിന് മാർക്ക് കിട്ടത്തില്ല. നമ്മൾ എല്ലാത്തിനും ഒരു കൺക്ലൂഷൻ കൊടുക്കണം, അല്ലെങ്കിൽ അതിനെല്ലാത്തിനും ഒരു കൺസെപ്റ്റ് വൈസ് നമ്മളതിനെ ഷോർട്ടാക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇൻ ദ presence of spin orbit coupling, spin orbit couplingൻ്റെ പ്രസൻസിൽ P state is splitted
പി സ്റ്റേറ്റ് സ്പ്ലിറ്റ് ചെയ്തു ഇൻറ്റു ആരായിട്ട് 2 സബ്സ്റ്റേറ്റ്സുകളായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്. 2 സബ്സ്റ്റേറ്റ്സ് ഓഫ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് എനർജീസ് സെയിം ആയിരുന്നെങ്കിൽ നമുക്ക് ഡീജനറേസി എന്ന് പറയാമായിരുന്നു. ഇവിടെ എനർജീസ് സെയിം ആണോ? അല്ല, ഡിഫറെൻറ്റ് എനർജീസ് ആണ് അല്ലേ. അപ്പം ഡീജനറേറ്റ് അല്ല. അപ്പം പി സ്റ്റേറ്റ് 2 സബ്സ്റ്റേറ്റ്സ് ആയിട്ട്, അപ്പം ഇൻ ദ പ്രസൻസ് ഓഫ് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് പി സ്റ്റേറ്റ് ഈസ് സ്പ്ലിറ്റഡ് ഇൻറ്റു 2 സബ്സ്റ്റേറ്റ്സ് ഓഫ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് എനർജീസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്ത് നോക്കാം? അടുത്ത ഡി സ്റ്റേറ്റ് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് തരാം. നിങ്ങൾ തന്നെ അത് ഇൻട്രാക്ഷൻ എനർജി വെച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇത് തന്നെയാണോ കിട്ടുന്നത് നോക്കിയാൽ മതിയാകും. എന്നിട്ട് നമുക്കിതിനെ വരയ്ക്കാം കേട്ടോ. എല്ലാത്തിലും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എഴുതണം. പിന്നെ ഈ ഫോർമുല ഉപയോഗിച്ച് എല്ലാം എഴുതുക. പിന്നെ നമ്മൾ വരയ്ക്കുക. പിന്നെ എല്ലാത്തിനും കൺക്ലൂഷൻ കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് നോർമലി ചെയ്യുന്നത് ഫോർ ഡി സ്റ്റേറ്റ്. ഇനി ഒരു ഡി സ്റ്റേറ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം L=, അല്ലേ, L0 എന്ന് പറയുന്നത് S ആണ്, L1 എന്ന് പറയുന്നത് P ആണ്, L2 എന്ന് പറയുന്നതാണ് D അല്ലേ. അപ്പം ഇവിടെ നമുക്ക് എന്താ കിട്ടിയേ? ഡി സ്റ്റേറ്റ് എന്ന് പറയുന്നതുകൊണ്ട് എന്താ എടുക്കണ്ടേ? L=2 എന്ന് വേണം എടുക്കാൻ. 2 ആണ്. S ½ ആണ്. J എന്ന് പറയുന്നത് 5/2 വരുന്നുണ്ട്, 3/2 വരുന്നുണ്ട്. അപ്പോൾ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് AH²/2 ടൈംസ് ഓഫ് J ഇൻറ്റു J+1 മൈനസ് L ഇൻറ്റു L+1 മൈനസ് S ഇൻറ്റു S+1. ഇത് ചെയ്ത് കൊടുക്കുക. ജെയുടെ മാത്രം വാല്യൂസ് 2 തവണ ഇട്ട് മാറ്റി കൊടുത്ത് ചെയ്യുക കേട്ടോ. തന്നെ ചെയ്യണേ. തന്നെ ചെയ്തിട്ട് ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് പറയണം. ഏതായാലും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡിയുടെ വാല്യൂ അതായത് 5/2 ചെയ്യുന്ന സമയത്ത് നമുക്ക് D 5/2 ചെയ്യുന്ന സമയത്ത് AH² എന്നും D 3/2 ചെയ്യുന്ന സമയത്ത് -3A/2 H² എന്നുമായിരിക്കും കിട്ടുന്നത്. അതായത് ഈ ജെയുടെ വാല്യൂ കൂടുമ്പം എനർജിയും കൂടുന്നുണ്ട്, കുറയുന്ന സമയത്ത് ഇത് കുറയുന്നുമുണ്ട്. അങ്ങനെ അപ്പം ഇത് A ആണ്, AH². ഇത് നെഗറ്റീവ് ഉണ്ട്. അപ്പം 5/2 ടോട്ടൽ ആംഗുലർ മൊമെൻ്റം കൂടുമ്പം എനർജിയും കൂടി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ആക്ച്വലി കാണുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫൈനലി പറഞ്ഞാൽ സോ ഇൻ ദിസ് വേ ഫൈൻ സ്ട്രക്ചേഴ്സ് ആർ എക്സ്പ്ലെയിൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ്. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പോൾ ഡി ഓർബിറ്റിൽ ഒന്നുകൂടെ മിസ് ഫൈനലൈസ് ചെയ്ത് പറയുവാണെങ്കിൽ എസ് ഓർബിറ്റിൻ്റെ കേസിൽ എനർജി 0 ആയിരുന്ന പക്ഷം നോ ഡബ്ലറ്റ് അല്ലെങ്കിൽ നോ ഫൈൻ സ്ട്രക്ചർ. പി ഓർബിറ്റിൻ്റെ കേസിൽ 2 ഡിവിഷൻസ് ആയിട്ട് മാറുന്നുണ്ട്, ഡബ്ലറ്റ് ഉണ്ട്. ഡി ഓർബിറ്റിൻ്റെ കേസിലും 2 ഡിവിഷൻസ് അല്ലെ സ്പ്ലിറ്റിങ് വരുന്നുണ്ട്, ഡബ്ലറ്റ് ഉണ്ട് എന്നുള്ള കൺസിഡറേഷനാണ് വരുന്നത്. ഇനി ഫൈനലായിട്ട് ഞാനിതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമുക്കിവിടെ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ ക്വാണ്ടം സ്റ്റേറ്റ് അല്ലേ, PD, SPD, GF എന്നൊക്കെ പറയുന്ന ക്വാണ്ടം സ്റ്റേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ S, P, D, F, G പോലെയുള്ള ഇതൊക്കെ ക്വാണ്ടം സ്റ്റേറ്റുകളാണല്ലോ. ഇതെടുത്തു കഴിഞ്ഞാൽ എസ് എന്ന് പറയുന്ന സ്റ്റേറ്റിനൊഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റിനും എന്തുണ്ട്? ബാക്കി ഓരോ ക്വാണ്ടം സ്റ്റേറ്റ്, ഇതിനെ എന്താ പറയുക? ഓരോ ക്വാണ്ടം സ്റ്റേറ്റ്സും 2 സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അത് വെറുതെ അല്ല, സ്പ്ലിറ്റ് അപ്പ് ഇൻറ്റു 2 മാർജിനലി സെപ്പറേറ്റ് ആയിട്ട് ഇതെല്ലാം തന്നെ ഓൾ ആർ സ്പ്ലിറ്റ് അപ്പ് ഇൻറ്റു 2 മാർജിനലി സെപ്പറേറ്റ് സ്റ്റേറ്റ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഇനി എന്താ മിസ്സസ് മാർജിനലി എന്ന് വെച്ചാൽ ഡിഫറെൻ്റ് എനർജിയാണ്. ദേ ഹാവ് ഡിഫറെൻ്റ് എനർജി അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഇൻ എനർജി. ഇവർക്കെല്ലാവർക്കും ഡിഫറെൻ്റ് ഇൻ എനർജി ആയിരിക്കും ഉള്ളത്. പക്ഷേ ആ ഡിഫറൻസ് ഇൻ എനർജി വളരെ സ്മോൾ ആയിട്ടായിരിക്കും, വളരെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഇപ്പോൾ കൺസെപ്റ്റ് നമ്മൾ ഒന്നുകൂടെ പറയുവാണെങ്കിൽ വേണമെങ്കിൽ എഴുതിക്കോ.
സോ വി ഫൗണ്ട് ദാറ്റ് എന്താ നമ്മൾ കണ്ടത്? സോ വി ഫൗണ്ട് ദാറ്റ് ഈച്ച് ക്വാണ്ടം സ്റ്റേറ്റ്സ് സേ പി ഡി എഫ് ജി expect a state except a state, each quantum state split up into two marginally separate states. Marginally simply means they have different energies, but the change in energy in a very സ്മോൾ ലെവലിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 കമ്പോണൻറ്റ് ലൈൻസ് ആണ്, ബാക്കി എസ് ഒഴിച്ച് ബാക്കി എല്ലാം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ, ഓക്കെ, അപ്പം ആദ്യം ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇന്നലെ പഠിച്ച ഒന്നാമത്തെ വിത്തൗട്ട് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് നോക്കിയാൽ അത് വരച്ചപ്പോൾ ഇങ്ങനെയാണ് ഇതിരുന്നത്. അത് വരച്ചപ്പോൾ ഓക്കെ, ആദ്യത്തെ ലെവല്, പിന്നെയുള്ള 2 ലെവല്, പിന്നെയുള്ള ലെവൽസ് ഇങ്ങനെയാണ് ഇരുന്നത്. ഇതെന്ന് പറയുന്നത് എസിൻ്റെ ആയിരുന്നു. എസ് അതായത് 1s2 ഹാഫിൻ്റെ ആയിരുന്നു. ഇതെന്ന് പറയുന്നത് 2s2 ആണ്, 2s2 ഹാഫിൻ്റെ ആണ്. ഇതെന്ന് പറയുന്നത് 2p ഹാഫിൻ്റെയും 2p 3/2, അതിന് രണ്ടിനും ഒരേ ലെവൽ തന്നെയായിരുന്നു, ഹാഫിനും 3/2നും കാണിച്ചിരുന്നത്. ഇത് 3s2 ഹാഫാണ്. ഇത് 3p2 ഹാഫും 3p2 3/2 ആണ്. ഇത് 3d, മുകളിൽ 2, 3/2 താഴെ, ഇത് 5/2 ഡിയുടെ തന്നെ. അപ്പം ഇങ്ങനെയായിരുന്നു ഇന്നലെ കാണിച്ചത്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. അതായത് ഇവിടെ ഒന്നും സ്പ്ലിറ്റിംഗ് ഇല്ല, എല്ലാം പിയുടെ 2 ആൾക്കും ഒരെണ്ണം തന്നെ. ഇവിടെയും പിയുടെ 2 ആൾക്കും ഒരു ഇത്, ഡിയുടെ 2 ആൾക്കും ഒരെണ്ണം. ഓക്കെ, പക്ഷെ ഇന്ന് നമ്മൾ ഇതിന് ഒരു വ്യത്യാസം വരുത്തുന്നുണ്ട്. കാരണം നമ്മൾ ഇന്ന് വിത്തൗട്ട് സ്പിൻ ഓർബിറ്റ് അല്ല നോക്കിയത്, പകരം വിത്ത് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ആണ്. അപ്പോൾ ഈ സ്പിന്നും ഓർബിറ്റും കൂടെയുള്ള അവരുടെ ഇൻട്രാക്ഷൻ വെച്ച് നോക്കുമ്പോൾ വെറുതെ ഇങ്ങനെയല്ല നമുക്ക് കിട്ടുന്നത്, പകരം ഫൈൻ സ്ട്രക്ചേഴ്സിൻ്റെ ഒരു കൂമ്പാരം തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഫൈൻ സ്ട്രക്ചേഴ്സിൻ്റെ കൂമ്പാരം എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഇത് ആദ്യത്തെ ലെവല്, ഇത് അടുത്ത ലെവലിൽ തന്നെ 2 സ്പ്ലിറ്റിങ്, ഇത് അടുത്ത ലെവൽ, അതിൽ വേറെ 2 സ്പ്ലിറ്റിങ്. ഇത് ഇച്ചിരി താത്ത് വരയ്ക്കണം. ഓക്കെ, ഇതെന്ന് പറയുന്നത് 1s ഹാഫ് ആണ് കേട്ടോ. ഓക്കെ, 1s ഹാഫ് സ്റ്റേറ്റ് ആണ്. അടുത്തതെന്ന് പറയുന്നത് 2s ഹാഫ് ആണ്. ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നത് 2p 3/2ഉം ഇതെന്ന് പറയുന്നത് 2p ഹാഫും ആണ്. ഇപ്പോൾ ഇവിടെ 2 സ്റ്റേറ്റ് കണ്ടു. നേരത്തെ നമ്മൾ ഒറ്റ സിംഗിളിനെ ആയിരുന്നു 2 എന്ന് പറയുന്നത്, ഇവിടെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. 3/2 മുകളിൽ 1/2 താഴെ. അടുത്തത് കണ്ടോ, ഇതെന്ന് പറയുന്നത് 3s എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 1s, ഇത് 2s, ഇത് 3s. എസിൻ്റെയൊന്നും ഒരു സ്പ്ലിറ്റിങ്ങും വന്നിട്ടില്ല, എല്ലാം ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. എസിൻ്റെയെല്ലാം എന്തേ ഉള്ളൂ, ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. നമ്മൾ നോക്കിയാൽ കാണാം നമുക്ക്. ഇനി അടുത്ത കേസ് നോക്കിക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് 2ാമത്തെ. ഇനി 3ാമത്തതാണ് ഇത്. അതായത് ഇതെന്ന് പറയുന്നത് 3s ആണ്, ഇതെന്ന് പറയുന്നത് 3p ഹാഫ് ആണ്, ഇതെന്ന് പറയുന്നത് 3p 3/2 ആണ്, ഇതെന്ന് പറയുന്നത് 3d 5/2 ആണ്, ഇതെന്ന് പറയുന്നത് 3d 3/2 ആണ്. കണ്ടോ, നേരത്തെ ഒക്കെയുള്ള കേസിൽ ഒറ്റ ലൈനേ ഉള്ളായിരുന്നു. ഇവിടെ 2 എണ്ണമായിട്ട് d സ്പ്ലിറ്റ് ചെയ്തു, 2 എണ്ണമായിട്ട് p സ്പ്ലിറ്റ് ചെയ്തു, താഴെയും 2 എണ്ണമായിട്ട് p സ്പ്ലിറ്റ് ചെയ്തു. നേരത്തെ പോലെയാണോ? അല്ല, വളരെ ഡിഫറെൻ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ എടുക്കുന്ന സമയത്ത് എസ് ഓർബിറ്റിനൊഴിച്ച് അല്ലെങ്കിൽ എസ് സ്റ്റേറ്റിനൊഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റുകൾക്കും ആരുണ്ട്? ഡബിളറ്റ് അല്ലെങ്കിൽ ഫൈൻ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പം ഫൈൻ സ്ട്രക്ചേഴ്സ്
ഉണ്ട്. ഫോർ പി ഡി എഫ് എക്സെട്ര സ്റ്റേറ്റ്സ് ഉണ്ട്. ഇൻ ദ പ്രസൻസ് ഓഫ് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ. പ്രസൻസ് ഓഫ് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ. അപ്പോൾ ഇതാണ് ഹൈഡ്രജൻ്റെ കേസ് പറയുന്നത്. ഇനി നമുക്ക് സോഡിയം ഡി ലൈൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ സിമ്പിളായിട്ട് സ്പിൻ ഓർബിറ്റ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രസൻസിൽ ഡബ്ലറ്റ്സ് ഉണ്ട്. ഡബ്ലറ്റ്സിനെയാണ് നമ്മൾ ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പി ഡി എഫിനുണ്ട്. എസ് എന്ന് പറയുന്ന സ്ട്രക്ചറിന് മാത്രം ഇല്ല. ഓക്കെ, ഇനി നമ്മൾ വിത്തൗട്ട് എടുക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഉണ്ടോ? വിത്തൗട്ട് എടുക്കുന്ന സമയത്ത് വിത്തൗട്ട് സ്പിൻ ഓർബിറ്റ് എടുക്കുന്ന സമയത്ത് ആർക്കും തന്നെ ഡബ്ലറ്റ് ഇല്ല. ഇത്രയാണ് നമുക്കാകെ മനസ്സിലായത്. അപ്പോൾ ഇതാണ് ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജനെ ഇനി ഇത് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാകാൻ പറ്റും? ഹൈഡ്രജനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനെയും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു.